ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാല സുവർണ ജൂബിലിയുടെ നിറവിൽ. സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വായനശാലയുടെ തുടക്കക്കാരെയും അഭ്യുദയകാംക്ഷികളെയും അവരുടെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്ന അത്രമേൽ ഹൃദ്യം എന്ന പരിപാടിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വേണു പാലൂർ ഉദ്ഘാടനം ചെയ്തു. 1975 ജനുവരി 26-നാണ് ഗ്രാമീണ വായനശാലയായി എടത്തറ പൊതുജന വായനശാലയുടെ തുടക്കം. ഗ്രാമീണ ജനതയെ വായനയിലേക്കും സാംസ്കാരിക ചിന്തകളിലേക്കും നയിച്ച ഈ വായനശാലയുടെ പ്രവർത്തനം ഇന്ന് 50 ആണ്ട് പിന്നിട്ട് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വായനശാലയുടെ തുടക്കക്കാരെയും അഭ്യുദയകാംക്ഷികളെയും അവരുടെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്ന അത്രമേൽ ഹൃദ്യം എന്ന പരിപാടി. വായനശാല സ്ഥാപിക്കുന്നതിന് തുടക്കത്തിൽ പ്രവർത്തിച്ചവരെ അവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ആദരിക്കുന്ന ആശയമാണ് വായനശാല ഇതിലൂടെ നടപ്പാക്കുന്നത്. സൗഹൃദ സന്ദർശനത്തിൽ വായനശാല കൂട്ടം അവരുടെ വീടുകളിൽ എത്തി ഇത്തിരി നേരം ഒരുമിച്ചിരുന്നും പരസ്പരം സംസാരിച്ചും വായനശാലയുടെ സ്നേഹമുദ്ര നൽകി ആദരിക്കും. വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനും സംഘാടകനുമായിരുന്ന KT മുഹമ്മദിൻ്റെ വായനശാലയ്ക്കടുത്തുള്ള വീട്ടുമുറ്റത്താണ് ആദ്യ പരിപാടി നടന്നത്. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വേണു പാലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KT മുഹമ്മദിനെ ഉപഹാരം നൽകി ആദരിച്ചു. എല്ലാവരും ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അവരവരുടെ തുരുത്തിൽ, അവരവരുടെ സമുദായത്തിൽ, അവരവരുടെ മതത്തിൽ, അതിലപ്പുറത്തേക്ക് ഒരു പൊതുവായ വിഷയങ്ങൾ ഒന്നിക്കണം. ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി ഒന്നിച്ച് വരട്ടെ, ഒരാൾ തെങ്ങുമ്പോൾ വീണു, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയുണ്ട്, അപ്പോൾ ഒന്നിക്കും. അത് കഴിഞ്ഞാൽ ഒക്കെ കള്ളറകളിലായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ സമൂഹം പിന്തിരിഞ്ഞ് നടക്കുകയാണ്. 1900-കളുടെ ആദ്യം, 80-കളുടെ അവസാനം, 1900-കളുടെ ആദ്യമൊക്കെ കേരളത്തിലുണ്ടായിരുന്ന എന്താ, ഈ കള്ളറകൾ പൊട്ടിച്ച് എല്ലാവരും ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കുകയും മനുഷ്യൻ്റെ ചോരയ്ക്ക് ഒരേ നിറം എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സാഹിത്യം, നാടകം ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ശില ഇട്ടത് ആ ഒരു കാലഘട്ടത്തിലാണ്. നാട്ടിലെ ആദ്യകാല സൗഹൃദങ്ങളും വിവിധ തലങ്ങളിൽപ്പെട്ടവരും ഓർമ്മകൾ ഓർത്തെടുത്തു സംസാരിച്ചു. വായനശാല സ്ഥാപിക്കുന്നതിന് തുടക്കത്തിൽ പ്രവർത്തിച്ചവരെ അവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ആദരിക്കുന്ന ആശയമാണ് വായനശാല ഇതിലൂടെ നടപ്പാക്കുന്നതെന്ന് വായനശാല കമ്മിറ്റി പ്രസിഡന്റ് VT അബ്ദുൽ ഹമീദ്, സെക്രട്ടറി അബ്ദുൽ ഗഫൂർ എന്നിവർ പറഞ്ഞു. വായനശാലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത്രമേൽ ഹൃദ്യം എന്ന പേരിൽ തുടങ്ങി വച്ചിട്ടുള്ള ഈ ആദരവ് ചടങ്ങ് വായനശാലയുടെ തുടക്കക്കാരെ അഭിനന്ദിക്കുക, അവരെ കണ്ട് ആദരിക്കുക, അവരുടെ വീടുകളിൽ ചെന്ന് അവരെ സന്ദർശിച്ച് അവരുടെ കൂടെ ഇരിക്കുക, കൂടെ സംസാരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണെന്ന് തുടങ്ങി വെച്ചത്. ഇതിൻ്റെ 1ാമത്തെ അധ്യായമാണ് ഇന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ അടുത്ത ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വായനശാലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഡിസംബറിൽ ഒരു വലിയ വാർഷിക പരിപാടിയോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. VT ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. E രഘുമാസ്റ്റർ, പീതാംബരൻ ആനമങ്ങാട്, KT ഹുസൈൻ ഹാജി, KM ഉബൈദുള്ള, VM മുഹമ്മദ് മാസ്റ്റർ, E ബാബു, TP സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച എടത്തറ വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഡിസംബറിൽ സമാപിക്കും. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.